ബൈജു സാർ എന്നെ ചെന്ന പിന്നെ അടിച്ചു സാറേ. നമ്മുടെ ബൈജു സാറാ? ഈ ബൈജു സാർ ആ ദേഷ്യത്തില് ഞാൻ സാറിന്റെ നമ്പരും എഴുതി ട്രെയിനിന്റെ ബാത്റൂമിൽ എഴുതി വെച്ചിട്ട് കുമ്പള മിനിയും എടാ നീയാണോ ഈ പരിപാടി ഉണ്ടാക്കി വെച്ചത്? എടാ ആ മനുഷ്യൻ 4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. എടാ നീയെങ്ങാനുമാണ് എഴുതി വെച്ചത് അയാൾ അറിഞ്ഞിട്ടില്ല. നിന്നെ കൊന്നുകളയും. എങ്ങനെയെങ്കിലും പിന്നെ ഒത്തുതീർപ്പാക്കാൻ ഞാൻ നിന്റെ കൂടെ വന്ന് അയാൾ എന്റെയും കൂടെ കൊന്ന് ചിലപ്പോ എന്നെ പിടിച്ച് ജയിലിൽ കൊണ്ടിടും. സാറിന് ചോരാന്നൊരു മനുഷ്യനാണ് ഞാൻ. ഈ ഒരു ബ്ലേഡ് എടുത്തോട്ട് വന്ന് നിന്റെ ചോര ഞാൻ ഇപ്പൊ തന്നെ എടാ ഈ പരിപാടിക്ക് സാധിക്കത്തില്ല. ഇതെന്തോടാ കൈ കൊല? അത് ഈ കൊല കാണിച്ച് സാറിനൊന്ന് ഇഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടേ. എടാ നീ ഇത് ഏത് കാലത്തിലാണോ ജീവിക്കുന്നത്? പുള്ളി എന്റെ വയറ് കാണാൻ ചടങ്ങിൽ നിൽക്കുവാണ്. നീ കൊല കൊണ്ട കൊടുത്തിട്ട് ഇത് സോൾവ് ആക്കാനായിട്ട്. എടാ ഞാൻ ഇതിനകത്ത് ഇടപെടില്ല. ഇത് എന്താകുന്നു എനിക്ക് ഒന്നാം തരം CI. ഒന്നാം തരം CI. ഒരുപാട് കേസ് തെളിയിച്ചിട്ടുള്ള CI. പറയുന്ന മനസ്സിലാ. മിനി നഹി ഹേ. ആരാ ഈ ബാലരാമന്റെ വിക്രമാര? ചോര എനിക്ക് ചോര തന്ന ആളാ. ചോര സാറ് കുടിക്കുന്ന അല്ല. മിനി അല്ലെന്ന് ഞാൻ ഹലോ മിനി. ഞാനേ ആക്സിഡന്റ് പറ്റി കിടന്നില്ല. ആ സമയത്ത് എനിക്ക് ചോര തന്ന ആണല്ലേ? 24-ാം തീയതി സാറേ ഞാൻ ഗൾഫിൽ പോയി. പൊക്കോളൂ. നല്ല കാര്യമല്ലേ? സാറിനടുത്ത് പറയാൻ വേണ്ടി. ഞാൻ മിനിയല്ല, ഞാൻ പറഞ്ഞില്ല ഞാൻ മിനിയല്ല. സാറേ ഒരു നിമിഷം ഒരു കാര്യം ചെയ്യും. സപ്പോസ് ഇത് എഴുതിയ ആളെ സാറിന്റെ കൈ കിട്ടിയാൽ സാർ എന്ത് ചെയ്യും? ഞാനേ മിനിയല്ല, കിഡ്നി കിട്ടായിരിക്കും ഫസ്റ്റ് അടി. മിനിയല്ല സാറേ, ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല. കിഡ്നി പുറകില്ല. ഞാൻ നോക്കട്ടെ ഒന്ന്. സാറേ, സന്മനസ്സുള്ളവർക്ക് സമാധാനം. ക്ഷമിക്കൂ ഒരു വട്ടം. വാഴ 2 പെട്രിയേറ്റ്. അതിനിപ്പോ എന്നോട് പറഞ്ഞു പഴയ 2 സിനിമാ പേര് എന്റെ അടുത്ത് പറഞ്ഞു, പുതിയ 2 സിനിമാ പേര് ഞാൻ അങ്ങോട്ട് തിരിച്ചു പറഞ്ഞു. അതെന്തോ കാര്യം? സിനിമ പേര് പറഞ്ഞു. നോക്കട്ടെ സാറേ. സപ്പോസ് ഒന്ന് ശ്രദ്ധിക്കും സാറേ. പിന്നെ വിളിക്കാം, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. സാർ ഈ ചെയ്തവൻ വേറൊരു മാനസികാവസ്ഥ നിൽക്കുവാൻ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കണ്ടവന്റെ പാത്രത്തിൽ കൈയിട്ട് തെണ്ടി തിന്നുന്ന ഒരു തെണ്ടിയാണെന്നുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ കൊണ്ട് ചിലപ്പോൾ റെയിൽവേയുടെ ബാത്റൂമിൽ പോയി എഴുതി വെച്ചതായിരിക്കും. ഒരിക്കലും അത് ചെയ്യില്ല. അഷ്ടിക്ക് വകയില്ലാത്തവൻ അഷ്ടി തേടി പോവുള്ളൂ. ഇത് ഏതോ ഒരുത്തൻ കാർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് നല്ലതുപോലെ പാർക്ക് ചെയ്തിട്ട് അവൻ റെയിൽവേ സ്റ്റേഷനിൽ കയറി ബോഗിയിൽ എഴുതി വെച്ചാൽ നല്ലപോലെ എനിക്കറിയാം. അല്ല, സൈക്കിളിലായിരുന്നു. അല്ലല്ല, സൈക്കിള് ഞാൻ ചോര കൊടുക്കാൻ വന്ന സാറിന് സൈക്കിളിലാണ്. സൈക്കിൾ ചോര കൊടുക്കാം. മിനിയല്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ മിനിയല്ലെന്ന്. അഷ്ടിക്ക് വകയില്ലെന്നാ ഞാൻ കൈയിട്ട് വരുത്തുന്ന ആവശ്യമില്ലാത്ത കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതാക്കട്ടെ. അതിന് വേണ്ടിട്ട് അതിങ്ങനെ പറഞ്ഞ് നാറ്റിക്കാണ്. സാറേ, ചിലപ്പോ അവന്റെ അച്ഛനൊരു തെങ്ങ് കയറ്റക്കാരനായിരിക്കും. ആ അച്ഛന്റെ ചെലവിലായിരിക്കും ചിലപ്പോ അവൻ ജീവിക്കുന്നത്. അതിന്റെ വിഷമത്തിലെങ്ങാനും അവൻ ഈ ബാത്റൂമിൽ പോയി എഴുതി വെച്ചിട്ട് അവന്റെ അച്ഛന്റെ പെരുക്കും. എന്റെ പെണ്ണുപിള്ള കൊച്ചുകളെ വീട്ടിൽ പോയേക്കാണെന്നോ? ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാം. എന്റെ ഫോണിൽ ആരൊക്കെയായി വിളിക്കുന്നതെന്നറിയാം.